എല്ലാ മാന്യപ്രേക്ഷകർക്കും മാലാകക്കൂട്ടം.com എന്ന പ്രോഗ്രാമിലേക്ക്, ഈ സ്വർഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൂട്ടുകാരെ, സുഖമാണോ? ഈ സ്വർഗത്തിലേക്ക് വന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ മാലാഖമാരെ പോലെ ഈശോടൊത്ത് കളിക്കാനും ചിരിക്കാനും ഡാൻസ് ചെയ്യാനും പോവാണ്. ആർ യു റെഡി? സ്വർഗത്തിൽ ശരിക്കും മാലാഖമാരെന്താ ചെയ്യാ? സ്വർഗത്തില് കളിക്കും. ഓക്കെ, പിന്നെന്താ ചെയ്യാ? പിന്നെന്താ ചെയ്യാ? ഡാൻസ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞ സ്വർഗത്തില് മാലാഖമാർ അടിച്ചു പൊളിക്കുകയാണല്ലേ? അല്ലേ? അതെ. അപ്പോ ഇതേപോലെ ഈ സ്വർഗത്തിൽ നമുക്കും ഈശോടൊപ്പം അടിച്ചു പൊളിക്കാം, ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, ആക്ഷൻ ചെയ്യണം. ആർ യു റെഡി? അപ്പോൾ ഈ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാൻ പോവാണ് ചേട്ടായി. ഒന്നാമത്തത്, നമ്മൾ ഈശോയുടെ അടുത്ത് ആദ്യത്തെ സെഗ്മെൻറ്റിൽ ഒരു പാട്ട് പാടി നമ്മൾ ഈശോയെ സ്നേഹിക്കും. പിന്നെ നമ്മൾ വചനം ഭക്ഷിക്കും രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ. മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ വിശുദ്ധരെ പരിചയപ്പെടും. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഈ എപ്പിസോഡിൽ ഏറ്റവും എനർജി ആയിട്ടുള്ളൊരു മാലാഖയെ എപ്പിസോഡ് ഓഫ് ദ ഏഞ്ചലായിട്ട് തിരഞ്ഞെടുക്കും. അപ്പോൾ നല്ല എനർജിയിൽ ഈ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കണം. ആർ യു റെഡി? അപ്പം നമ്മൾ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് കടക്കാൻ പോവാണ്. സ്വർഗത്തിലെ മാലാഖമാരെ പോലെ പാട്ടുപാടി ആരാധിക്കാൻ പോവാണ്. സങ്കീർത്തനം 37:4 അവിടെ ഇങ്ങനെയാണ് ഒരു വചനം പറയുന്നത്: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്താണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ? കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സ്വർഗത്തിലെ മാലാഖമാരെ പോലെ നമ്മളും ഈ സ്വർഗത്തിൽ ആനന്ദിക്കാൻ പോവാണ്. ആർ യു റെഡി? നിങ്ങളെ ഈ സ്വർഗത്തിൽ സഹായിക്കാൻ ഇവിടെ 3 വലിയ മാലാഖമാരുണ്ട് അല്ലേ? നമ്മളെ കീബോർഡൊക്കെ വായിച്ചു തരുന്ന സേവർ ചേട്ടായി, പിന്നെ ഇത് സോജൻ ചേട്ടായി, ഇനി നിങ്ങൾക്ക് വചനം പറഞ്ഞു തരുന്ന ഒരു ടോമി ചേട്ടായി. ഇത്ര പേര് ഈ സ്വർഗത്തിലുണ്ട്. അപ്പോൾ നമുക്കൊന്നിച്ച് ഈശോയിൽ ആനന്ദിക്കാം. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. എന്താണ്? യേശുവെന്നൊരു തോട്ടക്കാരൻ ഭൂമി എന്നൊരു പൂന്തോട്ടത്തിൽ നട്ടു 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 വളർത്തിയ വെട്ടി 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 ഒരുക്കിയ മരമല്ലോ നാം, മരമല്ലോ നാം. പാടി നോക്കാം. യേശുവെന്നൊരു തോട്ടക്കാരൻ. ഗുഡ്. എന്താ ചെയ്തേ? നട്ടു വെട്ടി 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 ഒരുക്കിയ മരമല്ലോ നാം, മരമല്ലോ നാം. ഇതിന്റെ അടുത്ത വരി: വെട്ടിക്കളയും ഫലമില്ല എങ്കിൽ. പഠിക്കേ. വെട്ടിക്കളയും ഫലമില്ല എങ്കിൽ വെട്ടിയൊരുക്കും ഫലമേകുവാൻ, വെട്ടിയൊരുക്കും ഫലമേകുവാൻ മണ്ണു കിളച്ച് ആഹാ വെള്ളമൊഴിച്ച്, കേട്ടെ, കൂടുതൽ കായ്ക്കുവാൻ വെട്ടിയൊരുക്കും. നിങ്ങൾ നല്ല സൂപ്പറായിട്ട് പാടുന്നുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഈ ഹൃദയത്തിലൊന്ന് കൈയൊക്കെ അടിച്ചൊന്ന് പാടി നോക്കിയാലോ? ക്ലാപ്പ് ചെയ്തേ. യേശുവെന്നൊരു തോട്ടക്കാരൻ ഭൂമി എന്നൊരു പൂന്തോട്ടത്തിൽ. പഠിക്കോ. ഭൂമി എന്നൊരു നട്ടു. പഠിക്കോ. നട്ടു വെട്ടി മരമല്ലോ നാം. അടുത്ത വരി പാടിക്കേ. വെട്ടിക്കളയും ഫലമില്ല എങ്കിൽ. പഠിക്കേ. വെട്ടിക്കളയും
വെട്ടിയൊരുക്കും. വെട്ടിയൊരുക്കും ഫലമേകുവാൻ. പഠിക്കേ. വെട്ടിയൊരുക്കും മണ്ണു കിളച്ച് ആഹാ വെള്ളമൊഴിച്ച്. പാടുകോ. കൂടുതൽ കായ്ക്കുവാൻ വെട്ടിയൊരുക്കും. ഓക്കെ 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 ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട്. ഇനി നമുക്കിതിനൊരു ആക്ഷൻ പഠിക്കണം, മാലാഖയെ പോലെ ഡാൻസ് കളിക്കാൻ. ആർ യു റെഡി? ഇപ്പോൾ ചേട്ടായിനെ നോക്കിയേ, ചേട്ടാ ഒരു സ്റ്റെപ്പ് പറഞ്ഞു തരും, അതേപോലെ കളിക്കണം. യേശുവെന്നൊരു തോട്ടക്കാരൻ ചെയ്തേ. ഭൂമി എന്നൊരു പൂന്തോട്ടത്തിൽ നട്ടു 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 വളർത്തിയ വെട്ടി 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 ഒരുക്കിയ. ഇവിടെ നോക്കിയേ, മരമല്ലോ നാ മരമല്ലോ. അങ്ങ് ഷെയ്ക്ക് ചെയ്ത കൈയൊക്കെ മാറ്റി ഷെയ്ക്കട്ടെ. മരമല്ലോ നാ. അടുത്ത് നോക്കിയേ, വെട്ടിക്കളയും ഫലമില്ല എങ്കിൽ ചെയ്തേ. അടുത്ത വരി, വെട്ടിയൊരുക്കും ഫലമേകുവാൻ. മണ്ണു കിളച്ച് ആഹാ വെള്ളമൊഴിച്ച്. കൂടുതൽ കായ്ക്കുവാൻ വെട്ടിയൊരുക്കും. ഇനി കൈ ഇങ്ങനെ വെച്ചേ, ഹെഡ് ലെവലിൽ ഇങ്ങനെ വെച്ചേ. ഇങ്ങനെയാണ് നമ്മൾ ഡാൻസ് ചെയ്യാൻ പോണം. പഠിച്ചോ? പഠിച്ചോ? അപ്പൊ കൂട്ടുകാരെ, നമുക്ക് മാലാഖയെ പോലെ ഡാൻസ് കളിച്ചാലോ? എന്നാ വേഗം ചാടി എഴുന്നേറ്റ്. ഓക്കെ, ഇനി ഋതത്തിൽ കൈയൊക്കെ അടിച്ച് മാലാഖയെ പോലെ അവിടെ നിന്ന് ഭയങ്കര ഭംഗിയായിട്ട് കളിക്കണം കേട്ടോ. നന്നായിട്ട് അനങ്ങി കൈയൊക്കെ അടിച്ച് ഭംഗിയായിട്ട്. യേശുവൻ തോട്ടക്കാരൻ ഭൂമിയൻ പൂന്തോട്ടത്തിൽ. യേശുവൻ ഭൂമി എന്ന് ഭൂമി നട്ടു 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 കറങ്ങി കറങ്ങി വെട്ടി 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 തിരിഞ്ഞു വാ. മരമല്ലോ നാ മരമല്ലോ നാ മരമല്ലോ. കൈയടിച്ചു. വെട്ടിക്കളയും ഫലമില്ല എങ്കിൽ വെട്ടിയൊരുക്കും ഫലമേ. എല്ലാവരും ചെയ്തേ. വെട്ടിക്കളയും വെട്ടിയൊരുക്കും. മണ്ണു കിളച്ച് മണ്ണു കിളച്ച് ആഹാ വെള്ളമൊഴിച്ച്. മണ്ണു കിളച്ച് വെട്ടി ചെയ്തേ. ലാലല്ല ഓഹോ ലാല. ഒന്നുകൂടെ ലാലല്ല. യേശു എന്നൊരു തോട്ടക്കാരൻ ചെയ്തേ എല്ലാവരും. യേശുവൻ തോട്ടക്കാരൻ ഭൂമി എന്നൊരു നട്ടു 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 വെട്ടി. മരമല്ലോ നാ മരമല്ലോ നാ മരമല്ലോ. എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തു. ഇരിക്കും. നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. രണ്ടാമത്തെ സെഗ്മെന്റിൽ നമ്മൾ വചനം ഭക്ഷിക്കുക എന്നതാണ്. അപ്പൊ രണ്ടാമത്തെ സെഗ്മെന്റ് എന്താണ്? അല്ലേ? സ്വർഗസ്നായ പിതാവെയൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ പറയും എന്നൊന്ന് പ്രാർത്ഥിക്കുക, അന്നത്തെ ആഹാരം. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ട വചനം നമ്മൾ ഭക്ഷിക്കാൻ പോവുകയാണ്. ആർ യു റെഡി?
അപ്പോൾ ഈ വചനം നമുക്ക് പങ്കുവെച്ച് തരുന്നത് ഈ സ്വർഗത്തിലെ ടോമി ചേട്ടനാണ്. ആരാണ്? ഇപ്പൊ ടോമി ചേട്ടനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ചേട്ടായി നിങ്ങളൊരു ക്ലാപ്പ് പഠിപ്പിക്കും. ആ ക്ലാപ്പിന്റെ പേരാണ് ക്രോസ് ക്ലാപ്പ്. എന്താണ്? എന്താണ്? ഉറക്കെ പറ. ഓക്കെ, ചേട്ടായി പറഞ്ഞുതരാം എങ്ങനെയാണ്. 1 2 1 2 1 2 1 2 ഇങ്ങനെ ഫുള്ള് ക്ലാപ്പ് ചെയ്യണം. ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. റെഡി? ക്രോസ് ക്ലാപ്പ് ഗോ. 1 2. അപ്പം നല്ല ശക്തിയിൽ കൈയടിക്കണം. ഇനി നമ്മൾ ടോമി ചേട്ടനെ വെൽക്കം ചെയ്യാൻ പോവാണ്. ക്രോസ് ക്ലാപ്പ് ഗോ എന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്ന് ഈ ആക്ഷൻ ചെയ്യണം. പിന്നെ ലാസ്റ്റ് നല്ലൊരു വെടിക്കെട്ട് കൈയടി. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്നാ വചനം ഭക്ഷിക്കാം സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ടോമി ചേട്ടനെ സ്വാഗതം ചെയ്യാൻ പോവാണ്. ക്രോസ് ക്ലാപ്പ് ഗോ. 1 2. ഈശോയുടെ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പ്രധാനപ്പെട്ട നിധിയെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കീപ്പപ്പ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാം. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഫ്രണ്ട്സിനെ നോക്കി തിരഞ്ഞെടുക്കുക, അവരെ നിധി പോലെ കീപ്പപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഫ്രണ്ട്സിൻ്റെ പേരെന്താ? ആൽബിൻ. ഓക്കെ, ആൽബിൻ. പിന്നെ ജോപോൾ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും 1 2 3 4 ഫ്രണ്ട്സ് ഉണ്ടാവും. ഇതൊക്കെ നിധി പോലെ കാത്തു സൂക്ഷിക്കണം. നമുക്ക് തുറന്ന് കുറ്റപ്പെടുത്തുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മളെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സ്വീറ്റ് ടങ്കഡായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അതുപോലെ നമ്മൾക്ക് നല്ല നല്ല ഉപദേശങ്ങൾ തരുന്നതുണ്ടാവും. നമ്മളെപ്പോഴും ചൊറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ഇതൊക്കെ നന്മ തന്നെയാണ്. ചില സൗഹൃദങ്ങൾ ബൈബിൾ പറയുന്നു തുറന്ന കുറ്റപ്പെടുത്തലുകൾ ഉള്ള ഫ്രണ്ട്സ് നല്ലതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ചില കാപഢ്യമുള്ള ഫ്രണ്ട്സിനെ തിരിച്ചറിയാൻ വേണ്ടി ഞാനൊരു കഥ പറയട്ടെ. ഇതൊരു കഥയാണ്. ഒരു വ്യക്തി എവറസ്റ്റ് കയറാൻ പോയി. എവറസ്റ്റ് കയറാൻ ചെന്ന് ആ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ അദ്ദേഹം എവറസ്റ്റ് കീഴടക്കി. അദ്ദേഹം ഇങ്ങനെ എവറസ്റ്റിൻ്റെ മുകളിൽ ചെന്ന് നിൽക്കുക. മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയെ കീഴടക്കി. അങ്ങനെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ വേറെ ആരെയും കണ്ടില്ല അവിടെ. അപ്പോൾ പുള്ളി ഇങ്ങനെ നിൽക്കണ നേരത്ത് ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിച്ച് ചുറ്റും നോക്കി. ഇതെന്താ ഒരു ശബ്ദം ഇവിടെ? വീണ്ടും അദ്ദേഹം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കൂടി കേട്ടു. ഈ ശബ്ദം കൂടി കേട്ടപ്പോൾ പുള്ളി ചുറ്റും ഇങ്ങനെ നോക്കി, ആരെയും കണ്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹലോ ഒരു ശബ്ദം കേട്ട്. ശബ്ദം കേട്ട് പുള്ളി പെട്ടെന്ന് താഴെ ഒരു ഐസ് കട്ടയുടെ അടുത്തേക്ക് നോക്കി. എവറസ്റ്റിൽ മുഴുവൻ ഐസും തണുപ്പും ഒക്കെ അല്ലേ. അപ്പോൾ ഏതോ ഒരു പരുന്ത് കൊത്തിക്കൊണ്ടിരുന്ന ഒരു ചെറിയ പാമ്പും കുഞ്ഞ്. ഈ പാമ്പും കുഞ്ഞിനെ കണ്ടപ്പോൾ പുള്ളി പേടിച്ചിട്ട് പാമ്പും കുഞ്ഞിനോട് പറഞ്ഞു, നീ എന്താ ഇവിടെ? അപ്പോൾ പാമ്പും കുഞ്ഞ് ആകെ വിഷമിച്ച് പറഞ്ഞു, അയ്യോ എന്നെ ഒരു പരുന്ത് കൊത്തിക്കൊണ്ടുവന്നതാ, ഞാനാകെ ക്ഷീണിതനാ, ഞാനിപ്പം ചാവും. ഇങ്ങനെ കിടക്കുന്ന പാമ്പിനെ നോക്കിയിട്ട് പോകാൻ പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ കൂട്ടുകൂടില്ല, കാരണം നീ പാമ്പാ. ഈ പാമ്പ് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കോ, തണുത്ത് വിറച്ച് ഞാനിപ്പോ ചത്തുപോകും. ഇങ്ങനെ പറയണ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവനൊരു സഹതാപം തോന്നി. ഇവൻ ആ പാമ്പിനെ പതുക്കെ കുനിഞ്ഞ് കൈ കൊണ്ടെടുത്തു. ആ പാവം പാമ്പ് തല പത്തിയൊക്കെ താഴ്ത്തി ഇവൻ്റെ കയ്യിൽ ഇങ്ങനെ ഒട്ടിയിരുന്നു. അപ്പോൾ പാമ്പ് പറഞ്ഞു, എന്നെ നിന്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഒന്നിടൂ, എനിക്ക് തണുത്ത് വിറച്ചിട്ട് പാടില്ല, കൈലി പുട്ട് മീ ഇൻ യുവർ ഓവർകോട്ട്. ഇവനത് പതുക്കെ ഇവൻ്റെ ഓവർകോട്ടിൻ്റെ പോക്കറ്റിലിട്ട് പാമ്പിനെ പതുക്കെ ഇങ്ങനെ തടവിയിരുന്ന്. അപ്പോൾ പാമ്പ് അനങ്ങാതെ അവിടെ കിടന്നു. പാവം പാമ്പ്. ഇവൻ ചിന്തിച്ചു, എനിക്കൊരു ഫ്രണ്ടായി, ഞാനൊരു ഫ്രണ്ടാണ്, എനിക്കൊരു ഫ്രണ്ടില്ല, ആരുമില്ലാത്ത എവറസ്റ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവർ സൗഹൃദമായിട്ട് അവിടെ ഇങ്ങനെ കഴിഞ്ഞു. എവറസ്റ്റ് കൊടുമുടിയൊക്കെ താഴെ ഇവൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ താഴെ എത്തിയപ്പോൾ
ടെമ്പറേച്ചറൊക്കെ നോർമലായി. ഈ പാമ്പിന് ഇവിടെ തണുപ്പൊക്കെ മാറി. പാമ്പ് പതുക്കെ തല പൊക്കി ഓവർകോട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കി. അപ്പോഴാണ് ഇവൻ അറിഞ്ഞ, അയ്യോ എൻ്റെ പാമ്പ് ഒരെണ്ണം പോക്കറ്റിൽ കിടപ്പുണ്ടല്ലോ. ഇവൻ പതുക്കെ താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി പാമ്പിനെ എടുത്ത് നിലത്ത് വയ്ക്കാലോ, പാമ്പ് ഉഷാറായിട്ടുണ്ടാവുമല്ലോ. ഇവൻ ഈ ഓവർകോട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഇങ്ങനെ പതുക്കെ ഈ പാമ്പിനെ എടുക്കാനായിട്ട് ഇങ്ങനെ കൈയിട്ടു കഴിഞ്ഞാൽ ഒറ്റ കൊത്തി ആ പാമ്പ് അവൻ്റെ കൈയുമ്പോൾ. എന്നിട്ട് ആ പാമ്പ് ചാടി ഒറ്റ പോക്ക് പോയി. അപ്പോൾ ഇവൻ ചോദിച്ചു, നീ എന്നെ കടിക്കില്ല എന്ന് പറഞ്ഞതല്ലേ, നീ എന്തിനാ എന്നെ കടിച്ചേ? എൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ആ പാമ്പ് ഓടി മറഞ്ഞു. ഇവൻ അവിടെ വീണു മരിച്ചുപോയി. വിശുദ്ധ ബൈബിളിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടേണ്ടത് നല്ല വ്യക്തികളുമായിട്ട് വേണം. പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായം 2 തിരുവചനം പറയുന്നു, പാപത്തിൽ നിന്ന് ഓടി അകലുവിൻ, അത് സർപ്പത്തെ പോലെ നിന്നെ കടിക്കും. പാപം ഉള്ള ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടരുത്. പാപികളുമായിട്ടുള്ള സഹവാസം നമ്മളുടെ നാശത്തിന് കാരണമാക്കും. ബൈബിൾ പറയാ, ദൈവഭക്തനുമായിട്ടുള്ള സൗഹൃദം അത് ദൃഢമാണ്. സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അവരുടെ ക്യാരക്ടർ ഫസ്റ്റ് പ്രിഫറൻസ് എന്തായിരിക്കണം? ദൈവഭക്തി ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഫ്രണ്ട്ഷിപ്പ് കൂടാവൂ. ആവശ്യത്തിന് ഉപകരിക്കുന്നതായിരുന്നു നമ്മുടെ ഫ്രണ്ട്. നമുക്കൊരു ആവശ്യം വന്നു, എടാ എന്ന് വിളിച്ച ഓടി വന്ന ആത്മാർത്ഥതയുള്ള സിൻസിയർ ഫ്രണ്ടുമായിട്ട് നമ്മൾ കൂട്ടുകൂടണം. യോഹന്നാസ്ലീഗയുടെ 15 അധ്യായത്തിലെ ബൈബിളിൽ പറയുക, യേശു സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കും. യഥാർത്ഥ ഫ്രണ്ട്, അവന് വേണ്ടി ജീവൻ പോലും. നമുക്ക് ചങ്ക് പറിച്ചു തരാവുന്ന ഫ്രണ്ട്സിനെ നമ്മൾ വളർത്തിയെടുക്കണം. ലൈഫിൽ ചങ്കായിട്ട് നല്ല നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾ വളർത്തണം. ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മയാണ് ലക്ഷ്യം വെക്കേണ്ടത്. ചിലർ നമ്മളുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് നമ്മളെ ലൂട്ട് ചെയ്യാനാ, നമ്മളെ പറ്റിക്കാനാ. അങ്ങനെയുള്ള ഫ്രണ്ട്സ് നമ്മൾ ചെറുപ്പത്തിലേ തന്നെ നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടെത്തണം. അവരെ നിധി പോലെ കൊണ്ടു നടക്കണം. ഒരു എക്ലെയർ കിട്ടിയ പകുതി അവന് കൊടുത്തിട്ടേ തിന്നാവൂ. നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേക്ക് നല്ലൊരു ഗിഫ്റ്റ് അവനിൽ നിന്ന് കിട്ടും, അവൻ്റെ ബർത്ത്ഡേക്ക് നല്ലൊരു ട്രീറ്റ് അവന് കൊടുക്കണം. അങ്ങനെ നല്ല നല്ല ചെറുപ്പത്തിലെ ഫ്രണ്ട്ഷിപ്പ് വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ലാസ്റ്റ് ബ്രെത്ത് വരെ, ലാസ്റ്റ് മൊമെൻ്റ് വരെ അവർ നമുക്ക് നല്ല സ്ട്രോങ് ഹോൾഡായിരിക്കും. നമുക്ക് നല്ല കോട്ടയായിരിക്കും അവർ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പനും അമ്മയും ബ്രദറും സിസ്റ്ററും ഒക്കെ ഓടി വരുന്നതിന് മുമ്പ് ഈ ഫ്രണ്ട് നമ്മുടെ അടുത്തെത്തും. എന്താ പറ്റിയേ, ഞാനിപ്പോൾ വരാം. അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്ന കാര്യം. ഇതാ, ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. ഈ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എന്നെന്നും ഈശോയിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കും. ഡൊമിനിക് സാവിയോ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, നിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചു. ഈശോയും മദർ മേരിയുമാണ് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് എന്ന് ഡൊമിനിക് സാവിയോ പറഞ്ഞു. ഇങ്ങനെ വിശുദ്ധർക്കൊക്കെ ഈശോയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവർ ഈശോയെ കണ്ടിട്ടുണ്ട്. സെയിൻറ്റ് ആൻ്റണി ഈശോ കൈകളിൽ എത്ര പ്രാവശ്യം വന്ന് ഇരുന്നിട്ടുണ്ടെന്നറിയോ? നമുക്ക് അങ്ങനെയൊന്നും ഈശോനെ ഫ്രണ്ടാകാൻ പറ്റിയില്ലെങ്കിലും ഈശോയുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ഫ്രണ്ട്സ് ആക്കണം. കൈകളൊന്ന് കൂപ്പിപ്പിടിച്ച എല്ലാവരും ഈശോയോട് പറയാം, ഈശോയെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് തരണേ. എൻ്റെ ഫ്രണ്ട് നിൻ്റെയും ഫ്രണ്ടായി തീരട്ടെ. എനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് രൂപപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. ഹെൽപ്പ് മീ ലോർഡ് ടു മേക്ക് എ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പ്രാർത്ഥിക്കാം. കൂട്ടുകാരെ, ടോമി ചേട്ടൻ കുറേ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? എന്തിനെ കുറിച്ചാണ് ടോമി ചേട്ടൻ നിങ്ങളോട് സംസാരിച്ചേ? ദൈവഭക്തിയുള്ള കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം. ദൈവഭക്തിയുള്ള കൂട്ടുകാരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയുള്ളവർ നമ്മളെ പറ്റിക്കത്തില്ല, ചതിക്കത്തില്ല, നമ്മളെ നോവിക്കത്തില്ല, അല്ലേ? അപ്പോൾ ഇനി ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായിരിക്കണം. ഓക്കെ, ഈ പ്രോഗ്രാമിൻ്റെ ഒരു സോങ് ആണ്. എല്ലാവരും പെട്ടെന്ന് ഈ പാട്ടൊന്ന് പഠിക്കണം കേട്ടോ. ആർ യു റെഡി? യെസ്. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ.
നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഒന്ന് പാടി നോക്കിയാലോ? റെഡി, സ്റ്റാർട്ട്. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൽ തുള്ളിച്ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? അപ്പൊ ഇതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ചേട്ടായി കാണിച്ചു തരാൻ പോവാണ്. നോക്കിയേ. ഈശോയോടൊത്ത് കളിക്കാലോ. ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. ഈശോയോട്, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൽ തുള്ളി ചാടി രസിക്കാലോ, തുള്ളി ചാടി രസിക്കാലോ. ഓക്കെ. ഈശോയോടൊത്ത് മാലാഖയെപ്പോൽ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. പഠിച്ചോ? പഠിച്ചെങ്കിലേ വേഗം ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റ് മാലാഖമാരെ പോലെ നമ്മളൊന്ന് ചെയ്യാൻ പോവാണ്. ആർ യു റെഡി? ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി. ഈശോയോടൊത്ത് ആഹാ ചിരിച്ചേ. ഈശോയോട് തുള്ളി ചാടി നന്മകൾ ചെയ്ത് വളരാലോ. സൂപ്പർ, സൂപ്പർ. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഇരുന്നോ ഇരുന്നോ. സൂപ്പർ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് കിടക്കാണ്. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ് മൂന്നാമത്തെ സെഗ്മെന്റ്? വിശുദ്ധരെ പരിചയപ്പെടാം. വിശുദ്ധര് നമുക്ക് മാർഗദീപമാണ്. ആ വിശുദ്ധരെ കുറിച്ച് പഠിക്കണം. ഇന്ന് വിശുദ്ധരെ കുറിച്ച് പറയാനായിട്ട് ആരാണ് ഒരുങ്ങിയിരിക്കുന്നത്? ആരാ ഒരുങ്ങിയിരിക്കുന്നത്? വിശുദ്ധരെ കുറിച്ച് ആരാ പറയുന്നേ? ആ, വരൂ വരൂ വരൂ. ഗുഡ്. ആ മോളുടെ പേരെന്താ? റോസ് ബെനഡറ്റ്. ഏത് പള്ളിയിൽ നിന്നാണ് വരുന്നത്? സേക്രഡ് ഹാർട്ട് ചർച്ച് തിരുഹൃദയക്കുന്ന്. വെരി ഗുഡ്. അപ്പോൾ ഇന്ന് ഏത് വിശുദ്ധയെക്കുറിച്ചാണ് പറയുന്നത് കൊച്ച്? വിശുദ്ധ മരിയ ഗൊരേത്യയെക്കുറിച്ച്. അപ്പം നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ? ആ, എന്നാൽ നമുക്ക് വിശുദ്ധയെക്കുറിച്ച് കേൾക്കാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ മരിയ ഗൊരേത്യയെക്കുറിച്ചാണ്. 1890 ഒക്ടോബർ 16 ഇറ്റലിയിൽ ജനിച്ച വിശുദ്ധ മരിയ ഗൊരേത്തി കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു. തൻ്റെ കന്യകാത്വം സംരക്ഷിക്കുന്നതിനായി 12-ാം വയസ്സിൽ ഈ ബാലിക രക്തസാക്ഷിണിയാവുകയായിരുന്നു. പിതാവ് ലൂയിജിയും അമ്മ അസുന്തയുമായിരുന്നു. മരിയയുടെ പിതാവ് രോഗബാധിതനായി മരണപ്പെട്ടപ്പോൾ അവർ മറ്റൊരു സ്ഥലത്ത് കൃഷി ചെയ്ത് വളരെ കഷ്ടതയോടെ ജീവിച്ചു. അവിടെ വെച്ച് അലക്സാണ്ടർ എന്നൊരാൾ മരിയയെ പാപം ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും എതിർത്തപ്പോൾ കടാര കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ആശുപത്രിയിലെത്തിയെങ്കിലും മരിയ മരിക്കുകയാണ് ഉണ്ടായത്. പിടിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ചെങ്കിലും അലക്സാണ്ടർ മാനസാന്തരപ്പെടുകയും മരിയയുടെ അമ്മ അയാളോട് ക്ഷമിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, മരിയ ഗൊരേത്യയെക്കുറിച്ച് റോസ് ബെനഡറ്റ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അല്ലേ? പറഞ്ഞോ? നല്ലൊരു കൈയടി കൊടുത്തെല്ലാവരും. ഇനി വിശുദ്ധയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു വിചിന്തനം വചനം നമ്മളോട് പങ്കുവെക്കാൻ പോകുന്നത് മോൻ്റെ പേരെന്താണ്? ജോബിൻ. അപ്പോൾ ജോബിൻ നമുക്ക് ഈ വിശുദ്ധയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിനോട് ചേർന്നൊരു വചനം വിചിന്തനമായിട്ട് നമ്മളോട് പങ്കുവെക്കുകയാണ്. നമുക്ക് കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾ വിശുദ്ധ മരിയ ഗൊരേത്യയെ പരിചയപ്പെട്ടുവല്ലോ. ഞാനൊരു വചനം പറയാം. വിശുദ്ധിയുള്ളവർ ദൈവത്തെ ദർശിക്കും. ഹെബ്രായർ 12:14. നമുക്ക് വിശുദ്ധിയിൽ വളരാം. താങ്ക് യു. കൈയ്യടി കൊടുത്തേ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്ന് വിശുദ്ധരെ കുറിച്ച് പറഞ്ഞു, അതിനൊരു വിചിന്തന വചനം പറഞ്ഞു. ഇവർക്കൊരു സമ്മാനം കൊടുക്കാൻ പോവാണ്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ കേട്ടോ. പോയിരുന്നു. വെരി ഗുഡ്. കൂട്ടുകാരെ, നമ്മൾ ഈ പ്രോഗ്രാമിൽ
2-3 സെഗ്മെൻറ്റിലൂടെ കടന്നുപോയി. ഇതിൽ ഏറ്റവും സമാപനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇന്ന് നമ്മൾ ഈശോ തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് കേട്ട കാര്യങ്ങൾ, ഇന്ന് വിശുദ്ധിയെക്കുറിച്ച് കേട്ടു, അതുപോലെ നല്ല കൂടണമെന്ന് പഠിച്ചു, ഈശോയ്ക്ക് സ്തുതി പാടി, മാലാഖയെ പോലെ തുള്ളിക്കളിച്ചു. ഈ സ്വർഗത്തിൽ നിങ്ങൾ സുഖമായിരുന്നോ? ഹാപ്പി ആയിരുന്നോ? ഓക്കെ, ഗുഡ്. ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. മരിയ ഗൊരെത്തി ചെയ്ത ഒരു വലിയൊരു കാര്യമുണ്ട്. ഇത്രയും കുത്തേറ്റ് മരണത്തിലേക്ക് കടക്കുമ്പോൾ പോലും മരിയ ഗൊരെത്തി ആശുപത്രിയിൽ കിടന്ന് അലക്സാണ്ടറിനോട് ക്ഷമിച്ചതായിട്ട് പറയണം എന്ന് പറഞ്ഞു. ഇത് ചരിത്രം പറയുന്ന കാര്യമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്ഷമിക്കാൻ, നമ്മളെ ദ്രോഹിച്ചവരോട്, വലിയ കാര്യങ്ങൾ ദ്രോഹം ചെയ്തവരോട്, കുറ്റപ്പേര് വിളിച്ചവരോടൊക്കെ നമ്മളും എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നമുക്കൊന്ന് ഈ പ്രോഗ്രാമിൽ മാലാഖമാരെ പോലെ ഒന്ന് കൈകൂപ്പി പിടിച്ച് കണ്ണുകളൊക്കെ നടച്ച് ഈശോപ്പച്ചനൊന്ന് മനസ്സിൽ കണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാമോ ചേട്ടൻ്റെ കൂടെ എല്ലാവരും? ഈശോയെ, ഈ ദിവസം ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും സന്തോഷത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. മരിയ ഗൊരെത്തിയെ പോലെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി. കണ്ണു തുറന്നെല്ലാവരും ഈശോയുടെ കൂട്ടുകാരെ, ഇനി ചേട്ടൻ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യം, ആ സസ്പെൻസ് പൊളിക്കാൻ പോവാണ്. നമ്മളിൽ നിന്ന് ഒരാളെ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ സേവർ ചേട്ടായോട് ചോദിക്കും, ഞങ്ങൾ നോക്കിയിട്ട് ആരെയാ തിരഞ്ഞെടുക്കണേ നോക്കാം. അപ്പോൾ ഒരാളെ സെലക്ട് ആയിട്ടുണ്ട്. ആളെ പരിചയപ്പെടുത്താൻ പോവാണ് നിങ്ങൾക്ക് മുമ്പിൽ. മോളാണ്. മോള് മുന്നോട്ട് വാ. പേര് പറഞ്ഞേ. ആൻമരിയാണ് ഈ എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുത്തത്. നല്ലൊരു കൈഡി കൊടുത്തേ എല്ലാവരും. ഓക്കെ, വരുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളാണ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും സമയം നമ്മളെ കണ്ടുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട്, കൊച്ചു കൂട്ടുകാരുണ്ട്, നമ്മൾ ഫാമിലീസ് ഉണ്ട്. എല്ലാവർക്കും നമ്മൾ ഒരു ബൈ ബൈ പറഞ്ഞ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആർ യു റെഡി? അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ, ടാറ്റ. മാലാഖക്കൂട്ടം.com ഈ സ്വർഗത്തിൻ്റെ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രേക്ഷകർക്കും കൊച്ചു കൂട്ടുകാരോടൊപ്പം നന്ദി അറിയിക്കുന്നു.